മാംഗല്യം. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. വല്ലാത്തൊരു സന്തോഷത്തോടെ തോളിൽ കൈയിട്ടുകൊണ്ടുവരുന്ന രണ്ടുപേരെ കണ്ടുകൊണ്ട് സംശയത്തോടെയാണ് ശ്രീധരൻ പടിയിറങ്ങി മുറ്റത്തേക്ക് ചെന്നത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. മുഖത്ത് നോക്കി ആൽബി അങ്ങനെ പറയവേ ശ്രീധരൻ നോക്കിയത് കൈമളിനെയാണ്. ഇവൻ എന്താടോ ഈ പറയുന്നത്? വശക്കേടായ ഒരു ചിരിയും നോട്ടവും ഒക്കെ കൊണ്ട് തന്നെ നോക്കുന്ന ആൽബിയെ അത്രയ്ക്ക് അങ്ങോട്ട് ബോധ്യപ്പെടാതെയുള്ള ശ്രീധരന്റെ ചോദ്യത്തിൽ കൈമളി ചിരിച്ചു. അതെ, നിങ്ങൾ കൂടുതൽ നിക്ഷുപകൾക്കല്ലേ? ഇങ്ങേര് ഈ ജാതി എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്തുണ ഒട്ടും കുറയാതെ അവിടെ കാണും എന്നെനിക്കറിയാം. ആൽബി കണ്ണൊക്കെ ചുരുക്കി അത് ചോദിച്ചതും കലിച്ചുകൊണ്ട് മാഷിനെ ഒരു നോട്ടം നോക്കി ശ്രീധരൻ. വീട്ടിൽ വന്ന് കയറുന്നതിന് മുന്നേ താൻ ഇവനോടൊക്കെ കക്കിയല്ലേ? അയാളുടെ ചോദ്യം കേൾക്കെ കൈമള് വന്ന് ശ്രീധരന്റെ തോളിലൂടെ കൈയിട്ടു. ഞാൻ പറഞ്ഞതല്ലടോ, ഈ അഹങ്കാരി എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അത് കേൾക്കെ ആ കണ്ണ് പിന്നെയും ചുരുങ്ങി. സത്യം, ആ സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതും ചെയ്തതും മനഃപൂർവ്വമാണെന്ന് ഈ കള്ള തിരുമാലി കണ്ടുപിടിച്ചു. എന്നിട്ട് എന്നെ വന്ന് അങ്ങോട്ട് ചോദ്യം ചെയ്യില്ലായിരുന്നു. മാക്സിമം പിടികൊടുക്കാതിരിക്കാനൊക്കെ ഞാൻ നോക്കി. പക്ഷെ ഇവന്റെ സംശയങ്ങളൊക്കെ പോയി ഹരിയോട് ചോദിക്കുക എന്ന് പറഞ്ഞു. ഇപ്പൊ കിട്ടിയ ഷോക്കിൽ കാര്യമൊന്നും മനസ്സിലാവാതെ നിൽക്കുന്നവന് ഇവന്റെ ഏതെങ്കിലും ഒരു ചോദ്യം മതി നമ്മുടെയൊക്കെ പപ്പും പൂടയും പറിക്കാൻ. അത്രയും പറഞ്ഞതും ബാക്കിയൊക്കെ പറയേണ്ടെന്നുള്ള അർത്ഥത്തിൽ ശ്രീധരൻ ഒന്ന് തലയാട്ടി. എന്നാലും രണ്ട് കിളവന്മാരും കൊള്ളാലോ. നിങ്ങളെ രണ്ടുപേരും ഞാൻ എന്റെ രാഷ്ട്രീയ ഗുരുവായിട്ട് അങ്ങ് അപ്പോയിന്റ്മെന്റ് ചെയ്യുകയാണ്. കാരണം കലക്കവെള്ളത്തിൽ നിന്ന് ഇത്രയും മാന്യമായി മീൻ പിടിക്കുന്ന രണ്ടുപേരെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. രണ്ടുപേരുടെയും മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് ആൽബി അത് പറഞ്ഞതും, അതെ, രണ്ടല്ല മൂന്നാണ് എന്നൊരു ശബ്ദം കേട്ടിടത്തേക്ക് അവൻ തിരിഞ്ഞു നോക്കി. ആഹാ, നമ്മളും ഉണ്ടായിരുന്നോ ചക്രവ്യൂഹം തീർക്കാൻ? അടുത്തേക്ക് എത്തിയ സീതമ്മയുടെ കയ്യിലെ 2 ചായയിൽ നിന്ന് ഒന്ന് വാങ്ങി അവൻ തിരികെ ചോദിച്ചു. ഉണ്ടായിരുന്നു. അല്ലെങ്കിലും എന്റെ മണിക്കുട്ടിക്ക് ഹരിയെപ്പോലൊരു നല്ല ചെറുക്കനെ ചേരും. അപ്പൊ പിന്നെ അതിനൊരു അവസരം വന്നപ്പോൾ ഞങ്ങളങ്ങ് ഒത്തുനിന്നു. അതിനിപ്പോൾ എന്തോ വേണം എന്നൊരു ഭാവമായിരുന്നു സീതയിലപ്പോ. നല്ലതാ. പക്ഷേ അപ്പുറത്തെ വീട്ടിലിരിക്കുന്നവനെങ്ങാനും ഇതറിയണം. മൂന്നിന്റെയും പപ്പും പൂടെയും ചെക്കൻ പറിക്കും. ചായക്കപ്പ് തിരിച്ചു കൊടുത്തുകൊണ്ട് ആൽബി മൂന്നിനെ നോക്കി നല്ലോണം പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. തൽക്കാലം അവനൊന്നും അറിയില്ല. നീയായിട്ട് ദൈവത്തെ ഓർത്തുപോയി പറഞ്ഞു കൊടുക്കാതിരുന്നാൽ മതി. സീത ചെക്കനെ ഇത്തിരി കലിപ്പിട്ട് നോക്കി പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ലേ, കാരണം അവൻ എന്നും സന്തോഷത്തോടെ ഇരിക്കുന്ന കാണാനാണ് എനിക്കും ആഗ്രഹം. മണിക്കുട്ടി അവൻ എന്നും നല്ല പാതിയായിരിക്കും. മനസ്സിലുള്ള സന്തോഷം അതുപോലെ പ്രകടിപ്പിച്ചുകൊണ്ട് ആൽബി അത് പറഞ്ഞതും ചുറ്റും നിന്ന എല്ലാവരും ഒരുപോലെ മനസ്സിൽ അത് തന്നെ പ്രാർത്ഥിച്ചു. കണ്ണേ, കണ്ണു, കണ്ണൂ. എന്തോ ബാത്റൂമിൽ നിന്ന് പെണ്ണ് ഉറക്കെ വിളി കേട്ടു. മതി കുയിച്ചത്, പനി പിച്ചും. വരുന്നു പൊന്ന. വലിച്ചു വാരി ചുരിദാറിട്ട് മുടിയിലെ തോർത്ത് എങ്ങനെയൊക്കെയോ വട്ടത്തിൽ ചുറ്റി അവള് വേഗത്തിൽ ഇറങ്ങി കുഞ്ഞിന്റെ അടുക്കലേക്ക് ഓടിയെത്തി. എന്താടാ? ഇച്ചിരിയും കുലിച്ചണ്ട, പനി പിച്ചും. അവളുടെ കഴുത്തിലൂടെ വട്ടമിട്ട് ഇടുപ്പിലേക്ക് വലിഞ്ഞു കയറിക്കൊണ്ട് പെണ്ണ് വലിയ കാര്യത്തിൽ പറഞ്ഞു. ഉവ്വ, അല്ലാതെ നിനക്ക് കുളിക്കാൻ മടിയായിട്ടല്ല, കുറുമ്പി. അവളെ മൊക്കത്തെടുത്ത് കൊണ്ടുവന്ന് അകത്തേക്കിരുത്തി മേലെ തുടയ്ക്കാൻ ചൂടുവെള്ളമാക്കാൻ വേണ്ടി വെള്ളം വെക്കുന്നതിനിടയിൽ മണിക്കുട്ടി തിരിഞ്ഞു നിന്ന് ചോദിച്ചു. നിച്ചു മടിയില്ല, അരിക്കാ മടി. കുഞ്ഞിപ്പെണ്ണ് പെട്ടെന്ന് കയറി പറഞ്ഞതും വെള്ളത്തിലെ ചൂട് നോക്കാൻ പോയവളുടെ കൈ അറിയാതെ ആ തീനാളത്തിൽ പോയൊന്ന് തൊട്ടു. കുറച്ചു ദിവസം മുന്നേ വരെ കുഞ്ഞിങ്ങനൊക്കെ പറയുമ്പോൾ അവനെ വാമനൻ എന്ന് വിളിച്ച് വായിൽ തോന്നുന്നൊക്കെ പറഞ്ഞവർക്ക് അന്ന് ആദ്യമായി ആ പേര് കേട്ടപ്പോൾ വയറൊന്ന് കത്തി. അവൾ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് തന്നെ തൊട്ടിപ്പുറത്തെ റാക്കിന്റെ ജനൽപാളി ഒന്ന് നേരെ വെച്ച് അവളെ സ്വയം അതിലേക്കൊന്ന് നോക്കി. ആദ്യം കണ്ണുപോയത് നെറ്റിയിലേക്കാണ്. കുളി കഴിഞ്ഞതുകൊണ്ടാകും അവിടെ ചുവപ്പൊന്നും കാണുന്നില്ല. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പെണ്ണ് കഴുത്തിലേക്ക് പാഞ്ഞു. മഞ്ഞച്ചാർട്ട് കാണുന്നുണ്ട്. അതിന്റെ അഗ്രം ചുരിദാറിനുള്ളിലേക്ക് കിടക്കുന്നതുകൊണ്ട് ബാക്കി കാണുവാനില്ല. കുളിക്കുമ്പോൾ പോലും മോളെ പുറത്തു നിർത്തി കുളിക്കുന്നതിന്റെ ധൃതിയിൽ വേഗം തലവഴി വെള്ളമൊഴിച്ച് ഇറങ്ങി എന്നതൊഴിച്ചാൽ അപ്പോഴും ഈ ചിന്തകളൊന്നും മനസ്സിലില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ ആ ആളെപ്പറ്റി പറയുമ്പോൾ എന്തോ ശരീരത്തിലാകെ വല്ലാത്തൊരു വിറയൽ. അതുകൊണ്ടാകും ആ ചരടൊന്ന് വലിച്ച് അതിനറ്റം നോക്കാൻ അവൾക്ക് കഴിയാതിരുന്നതും. കണ്ണൂ,
ചിതറിപ്പായുന്ന ചിന്തകളെ തിരികെ വിളിച്ചു നിർത്തിയത് കുഞ്ഞിപ്പെണ്ണിന്റെ അലർച്ചയായിരുന്നു. ആ തായ പൊങ്ങി, ഗ്യാസിലേക്ക് ചൂണ്ടി പെണ്ണു പറഞ്ഞു. ശരിയാണ്, വെള്ളം തിളച്ചു മറിയുന്നുണ്ട്. അവള് ഓടിപ്പോയി വെള്ളം ഓഫ് ചെയ്ത് വെച്ച് പുറത്ത് ഒരു ബേസിലേക്ക് കൊണ്ടൊഴിച്ചു. ആവശ്യത്തിന് പച്ചവെള്ളം കൂടി ചേർത്ത് അത് തണുപ്പാക്കി. പിന്നീട് അകത്തേക്ക് വന്ന കുഞ്ഞിപ്പെണ്ണിനെ എടുത്തതും അവൾക്ക് കാര്യം എന്തൊക്കെയോ മനസ്സിലായി. മേന്താ, നിച്ച് കുളിച്ചണ്ട, പെണ്ണ് വലിയ വായിലെ നിലവിളിക്കാൻ തുടങ്ങി. പൊന്ന, വെറുതെ കരയണ്ട, കുളിച്ചേ പറ്റൂ, ആകെ മുഷിഞ്ഞിരിക്കുവാ നീ. അവൾ കുഞ്ഞിനെ വലിച്ചു വാരിയെടുത്ത് എങ്ങനെയൊക്കെയോ ഉടുപ്പൂരി. പക്ഷെ നിക്കറും ഊരി അവളെ പുറത്തെ കല്ലിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയതും പെണ്ണ് മണിക്കുട്ടിയെ തള്ളി മാറ്റി അകത്തേക്ക് ഓടി. പൊന്നാ, നിന്നെ, എത്ര വാശി കാണിച്ചാലും കുളിച്ചേ പറ്റൂ, നിക്കവിടെ നീ. തോളിൽ തോർത്തിട്ടുകൊണ്ട് പുറത്തേക്ക് ഓടി വരുന്നവൾ കാണുന്നത് അച്ഛന്റെ തോളിൽ കയറി കഴുത്തിലേക്ക് മുഖം മറച്ചിരിക്കുന്ന പെണ്ണിനെയാണ്. ഓർക്കാപ്പുറത്ത് ഹരിയെ മുന്നിൽ കണ്ടതും മണിക്കുട്ടി ശരിക്കും പറഞ്ഞാൽ അറച്ചുപോയി. അതിലും അവൾ ഞെട്ടിയത് പെണ്ണിന്റെ പറച്ചില് കേട്ടപ്പോഴാണ്. അരി, കണ്ണൂനെ കല്യാണം കഴിച്ചണ്ട, ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കരഞ്ഞോ, കണ്ണു കൊല്ലില്ല, അരി മേന്ത. അപ്പോഴേക്കും ആ വീട്ടിലുള്ള സകല പേരും കുഞ്ഞിന്റെ ആ നിലവിളിയിൽ ഹാളിലേക്ക് ഓടിയെത്തി കഴിഞ്ഞിരുന്നു. മുത്തശ്ശ, നമുക്ക് അരിയിലെ വേറെ കല്യാണം കഴിപ്പിച്ച, കണ്ണു മേന്ത, കണ്ണു കൊല്ലില്ല, കണ്ണു ഇച്ചീച്ചിയാ. ഹരിയുടെ തോളിലിരുന്ന് കാറിക്കൂവിയവൾ നിമിഷ നേരം കൊണ്ടാണ് ഇടം കണ്ടിട്ട് നോക്കിയപ്പോൾ കണ്ട കൈമള് മാഷിനെ കൂട്ടിപ്പിടിച്ച് ഇപ്പോ ഈ കാണുന്ന കലാപരിപാടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് കുഞ്ഞിന്റെ കാറിൽ കേട്ട് അകത്ത് വന്നവർക്ക് ആദ്യം കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ഇപ്പോൾ ഏതാണ്ടൊക്കെ അവളുടെ രൂപവും മുന്നിൽ പകച്ചു നിൽക്കുന്നവളെയും ഒക്കെ കണ്ട് എന്തൊക്കെയോ കത്തി. ശീമുത്തശ്ശ, കണ്ണു മേന്ത. കൈമളിനോട് പറഞ്ഞിട്ട് നടക്കുന്നില്ല എന്ന് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു പെണ്ണ് അടുത്ത ശ്രീധരനെ പിടിച്ചത്. ശീതമ്മ, കണ്ണു മേന്ത. തൊട്ടടുത്തുനിന്ന് സീതയുടെ ഊഴവും പെട്ടെന്ന് തന്നെ വന്നു. തനിക്കിനി അടുത്ത ഊഴം വരുമോ എന്ന് ചിന്തിച്ചെന്നതും ആൽബി അവനും കൊടുത്തു കുഞ്ഞ്. ആൽബി മമ്മ, കണ്ണൂനെ കിണറ്റിയിത്തോ, തവള പിച്ചോട്ടെ എന്നും പറഞ്ഞു തുടങ്ങി. അത് കേട്ടതും അത്രയും നേരം അന്തം വിട്ടു നിന്ന് എല്ലാവരും അറിയാതെ അങ്ങ് ചിരിച്ചുപോയി. എന്തിന്, ആകെ ബലം പിടിച്ചു നിന്ന ഹരി പോലും ഒന്നയഞ്ഞു. പക്ഷെ ഇത്രയൊക്കെ കാറിക്കൂവുമ്പോഴും പെണ്ണ് ഹരിയുടെ കഴുത്തിൽ വട്ടം ചുറ്റിപ്പിടിച്ച് കിടന്നതല്ലാതെ മുഖം ഉയർത്തി ആരെയും നോക്കാം. ഇതേ സമയം തീയിൽ ചവിട്ടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു കൺമണി. ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ടും ഇവിടെ ആകെ കുത്തിമറിഞ്ഞ് പെണ്ണ് ആകെ മുഷിഞ്ഞ് കുളിപ്പിക്കാൻ വിളിച്ചതാണ്. ബഹളം ഉണ്ടാക്കുമെന്നറിയായിരുന്നു. അതിപ്പോ ഉണ്ടാക്കിയാലും കൂടിപ്പോയാൽ ശ്രീധരൻ മാമന്റെയും സീതമ്മയുടെ അടുക്കൽ വരെയല്ലേ ഉള്ളൂ എന്നൊരു സമാധാനത്തിലാണ് അകത്ത് വെച്ചപ്പോഴും വെള്ളം കൊണ്ടുവന്നപ്പോഴും ഒക്കെ അവൾ ചിന്തിച്ചത്. ഇവിടെ വന്നപ്പോഴുള്ള ഹരിയുടെ ഭാവത്തിൽ നിന്ന് അടുത്ത ഒരാഴ്ച തന്റെ മുന്നിൽ അവൻ വരില്ല എന്ന ചെറിയൊരു ആശ്വാസവും മനസ്സിലുണ്ടായിരുന്നു. അതല്ലാണ് പോയ 5 മിനിറ്റിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ഇതിപ്പോ താൻ ഇങ്ങോട്ട് വരാൻ കാരണമായവൾ തന്നെ വേണ്ട എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ കൂവി പെറിക്കുന്നത്. അവളെ വിഷമിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് നടന്ന കല്യാണമായതുകൊണ്ട് അവൾ വേണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമോ എന്നൊരു ചിന്ത പെട്ടെന്നാണ് മണിക്കുട്ടിയുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി വന്നത്. അറിയാതെ തന്നെ അവളുടെ കൈ നെഞ്ചിലൊന്ന് പരതി. അവൾ പോലും കാണാതെ ഹൃദയത്തെ തൊട്ടിരുന്ന താലിയിൽ എന്തിനെന്നറിയാതെ ആ കൈകൾ പോയി പിടിച്ചത് ഒരു ബലത്തിനായിരുന്നു. അതേസമയം തന്നെ കെട്ടിപ്പിടിച്ച് തോളിൽ കിടന്ന് എല്ലാം ചെവിക്ക് കീഴെ പറയുമ്പോഴും ഹരിയുടെ കണ്ണുകൾ മുന്നിൽ നിൽക്കുന്നവളിൽ നിന്നും ഒരു നിമിഷം പോലും മാറിയില്ല. സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഭ്രാന്ത് പിടിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അച്ഛനും ആൽബിയും ഒക്കെ പറയുന്നത് കേട്ട് ഒരു തീരുമാനമെടുക്കാൻ വയ്യാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാം എന്ന് ചിന്തിച്ചു തന്നെയാണ് കാറിന്റെ ചാവി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് ചേച്ചിയുടെ ഫോൺ വരുന്നത്. അച്ഛൻ പറഞ്ഞ് വിവരമറിയാനുള്ള വിളിയാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആദ്യത്തെ 2-3 തവണ എടുത്തില്ല. പിന്നെ ഏട്ടന്റെ ഫോണിൽ നിന്ന് വന്നതും എടുക്കാതെ തരമില്ല എന്ന പോലെ ഫോൺ എടുത്തതും ചേച്ചിയുടെ വായിൽ നിന്നും കേൾക്കാനുള്ളത് മുഴുവനും കേട്ടു. അല്ലെങ്കിൽ തന്നെ ചേച്ചി വിളിച്ചാൽ എടുക്കില്ല, അളിയൻ വിളിച്ചാലേ എടുക്കൂ എന്നൊരു ചീത്തപ്പേര് തനിക്ക് പണ്ടേ ഉണ്ട്. ദേഷ്യം പിടിച്ചു തുടങ്ങിയ പരാതിയും പറച്ചിലും കരച്ചിലും ഒക്കെ അവസാനം വന്നു നിന്നത് തന്റെ കല്യാണക്കാര്യത്തിലും. ഇത്രയും ദിവസം മോൾക്ക് പഠിത്തമുണ്ട്, എക്സാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ചേച്ചി ഈ ആഴ്ച തന്നെ വരും പോലും.
അങ്ങനെ ഓടിപ്പിടിച്ചു വന്നിട്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എവിടെ കേൾക്കാൻ? അവസാനം അച്ഛനെ കൊണ്ട് ചേച്ചിയോട് വരിയിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നതുപോലും. നടന്നു വരുന്ന വഴിയിൽ തന്നെ വീടിന്റെ മുറ്റത്ത് നിന്ന് അച്ഛന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത് തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് അകത്തു നിന്നുള്ള കുഞ്ഞു പെണ്ണിന്റെ കൂവല് കേൾക്കുന്നത്. അറിയാതെ തന്നെ കാല് വലിച്ച് അകത്തേക്ക് പായുകയായിരുന്നു. ആ നിമിഷമാണ് കാറ്റുപോലെ എന്തോ വന്ന് കാലിൽ വട്ടം ചുറ്റി പിടിച്ചതും നിമിഷ നേരം കൊണ്ട് കുരങ്ങനെ പോലെ അള്ളിപ്പിടിച്ച് കഴുത്തിൽ കയറിയിരുന്നതും. എടുത്തു പൊക്കി തോളിരിച്ച സമയം തന്നെ മനസ്സിലായിരുന്നു പെണ്ണിന്റെ കൂവൽ എന്തിനായിരുന്നു എന്ന്. അപ്പോഴേക്കും അവളെ തിരക്കി അവളുടെ വാലും പിന്നാലെ പാഞ്ഞെത്തി. ഒരു നിമിഷം അവന്റെ നോട്ടം അവളിൽ മാത്രമായി തങ്ങി നിന്നു. ഇന്ന് രാവിലെ പോലും അവളെ ശരിക്കും നേരിട്ട് കണ്ടിരുന്നില്ല. അച്ഛന്റെ ആവശ്യപ്രകാരം ചടങ്ങുകൾ നടന്നപ്പോൾ പോലും ആ മുഖത്തേക്ക് ഒരു നോക്ക് താൻ നോക്കിയില്ല. ചുറ്റും കൂടിയുന്ന ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് അതെല്ലാം ചെയ്തു. ഇവിടെ വന്നപ്പോൾ പിന്നെ ഉപദേശങ്ങളും കാര്യവും ഒക്കെ കൊണ്ട് താൻ ആകെ വലഞ്ഞിരുന്നു. അവസാനം എങ്ങനെയൊക്കെ ആലോചിച്ചാലും മനസ്സമ്മാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയ സമയത്താണ് മുന്നോട്ട് അവളുടെ പഠിത്തം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി താൻ അവളെ രക്ഷിച്ചതാണ് എന്നൊരു ചിന്ത അവന്റെ ഉള്ളിലേക്ക് കയറ്റിവെച്ചത്. അതൊന്ന് അടിവരയിട്ട് ഉറപ്പിക്കും മുന്നേ തന്നെ അച്ഛന്റെ ഉപദേശവും എത്തി. ആൽബിയുടെ പിന്താങ്ങലും കൂടി എത്തിയതും ആകെ കൺഫ്യൂഷനായി. അപ്പോഴാണ് ഇതൊന്നും പോരാതെ ചേച്ചിയും. അങ്ങനെ ആകെ ഭ്രാന്ത് പേരിച്ച് നിന്നത്തേക്ക് ഇപ്പോ ദാ മുന്നിൽ ഇവൾ. ഇന്നല്ല കുറെ കാലത്തേക്ക് താൻ കാണരുത് എന്ന് ചിന്തിച്ചുറപ്പിച്ചു വെച്ച മുഖം പക്ഷെ ഇങ്ങനെ നേർക്ക് നേരെ വന്നു നിൽക്കുമ്പോൾ അറിയാതെയാണെങ്കിലും ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ ആദ്യം ഒന്ന് ഹരിയെ നോക്കി അവന്റെ നോട്ടം തന്നിലാണെന്ന് അറിഞ്ഞപ്പോൾ താഴ്ന്ന മുഖം ഇതുവരെ ഉയർത്താത്ത കൺമണിയായിരുന്നു അപ്പോഴും അവന് മുന്നിൽ. അപ്പോൾ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒപ്പം ഉണ്ടാവണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടി ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.